ഈ സന്ധ്യാനേരത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നു. ആ സർവകക്ഷി യോഗം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അല്പം മുമ്പ് പഞ്ചാബിലെ അതിർത്തിയിൽ നിയന്ത്രണ രേഖ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് നമ്മുടെ ഒരു BSF ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആ ജവാനെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ നിന്ന് തിരിച്ചു കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് ആയിരിക്കുമോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവകക്ഷി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഒരു സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ആ സർവകക്ഷി യോഗത്തിന് ചില അജണ്ടകൾ ഉണ്ടായിരിക്കും. ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി ഏതേത് വിഷയങ്ങളിലൂടെ വേണം ചർച്ച ചെയ്യേണ്ടത് എന്ന്. ആ അജണ്ടയെ തകർക്കുന്ന രീതിയിൽ അല്പം മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയിലെ BSF ജവാനെ പിടികൂടിയത് ചർച്ചാ വിഷയമാവുകയും ഏതു വിധേനയും ആ BSF ജവാനെ നമ്മൾ തിരിച്ച് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ചർച്ചാ വിഷയം ആവുകയും ചെയ്യുമോ? പാകിസ്ഥാൻ ആ BSF ജവാനെ വെച്ച് വിലപേശുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മറുഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യാനേരം അത്രമേൽ മുറുക്കം നിറഞ്ഞതാണ്, സങ്കീർണത നിറഞ്ഞതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. രഞ്ജിൽ രാജ് വിവരങ്ങളുമായി ചേരുന്നു. മറ്റാരൊക്കെയാണ് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്? എപ്പോഴാണ് ഈ യോഗം കൃത്യമായിട്ടും ആരംഭിച്ചത്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജയശങ്കറും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഈ ഒരു യോഗം ആരംഭിച്ചത്. ഈ ഒരു യോഗം ആരംഭിച്ച ഉടൻ തന്നെ ആദ്യം തന്നെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി അന്ത്യാഞ്ജലി അർപ്പിച്ച് ഒരു 5 നിമിഷം മൗനം പാലിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. യോഗത്തിൽ തീർച്ചയായും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളെല്ലാം തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് മുമ്പ്, അതായത് ഈ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു BSF ജവാനെ പാക് അതിർത്തിയിൽ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും പാക് സേന പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തു എന്നൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു BSF ജവാന്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജവാന് മോചനവുമായി ബന്ധപ്പെട്ട് ഇരു സേനകളും തമ്മിലുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ആക്രമണം നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു ജവാനെ മുൻനിർത്തിക്കൊണ്ട് പാക് സേന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു വിലപേശൽ നാടകത്തിന് വിലപേശലിന് കൂടി ഇടവരുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലവിൽ ഇപ്പോൾ ഒരു BSF ജവാന്റെ മോചനമാണ് ഏറ്റവും പ്രധാനമായി യോഗത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് സ്ഥിതിഗതികളെല്ലാം തന്നെ ചർച്ച ചെയ്യുക. ഈ യോഗം ആരംഭിച്ച അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചത്. ഇപ്പോഴും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ബാക്കി സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരിക. എന്തായാലും നിലവിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജയശങ്കർ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ആക്രമണത്തെക്കുറിച്ചും മറ്റ് സുരക്ഷാ വീഴ്ചയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സ്ഥിതിഗതികൾ എന്തൊക്കെയായിരിക്കും, ഇനി എത്തരത്തിലായിരിക്കും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. അതെല്ലാം തന്നെ ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. പ്രധാനമായും ഈ ഒരു ജവാന്റെ മോചനമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. കാരണം നമുക്കറിയാം, ശരി, രഞ്ജിൽ രാജ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവകക്ഷി യോഗത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള വിവരങ്ങൾ എന്തൊക്കെയെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ള ഇന്ത്യൻ BSF ജവാൻ PK സിംഗിനെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും ദ്രുതഗതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയും. ഒപ്പം ഇന്ത്യ ഈ ഭീകരാക്രമണത്തിന് ശേഷം എടുത്ത നയതന്ത്ര നടപടികളെക്കുറിച്ച് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ, ഇതര രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ മാത്രമായിട്ടല്ല അത് പറയേണ്ടത്. ഈ ഒരു വിഷയത്തിൽ സർവകക്ഷി യോഗം ചേരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ അവരാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ചും സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചത് അത് വാസ്തവത്തിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണോ, മറ്റൊരു നടപടിയായിരുന്നോ വേണ്ടിയിരുന്നത്? കാരണം ഈ കരാർ മരവിപ്പിച്ചതിലൂടെ പാകിസ്ഥാനിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഗ്രാമീണർ അടക്കമുള്ളവർ വരൾച്ചയുടെ കെടുതികൾ അനുഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിൽ ആ രീതിയിലാണോ വേണ്ടിയിരുന്നത്, മറ്റ് ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ, നല്ലൊരു മാർഗം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സർവകക്ഷി യോഗത്തിൽ സൂചന വന്നേക്കും. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി
ഭരണകൂടത്തോടൊപ്പം നിൽക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അതിർത്തികളുമായി ബന്ധപ്പെട്ട, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, രാജ്യത്തിൻ്റെ പരമാധികാരം തകർക്കപ്പെടാൻ സാധ്യതയുള്ള നിമിഷങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിലവിലുള്ള ഭരണകൂടത്തോടൊപ്പവും നിലവിലുള്ള പ്രധാനമന്ത്രിയോടൊപ്പവും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അതേസമയത്ത് ഭരണകൂടത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് എക്കാലത്തെയും യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളുടെ വേളയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നോക്കുക. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് BSF ജവാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ പഞ്ചാബിലെ ഫിറാസ്പൂർ അതിർത്തിയിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. 182-ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ PK സിംഗ് ആണ് പിടിയിലായത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിൽ കർഷകരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ BSF ജവാൻ. അങ്ങനെ കർഷകരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. അതിർത്തിക്കും സീറോ ലൈനിനും ഇടയിലുള്ള മേഖലയിലായിരുന്നു ഈ ജവാൻ ഉണ്ടായിരുന്നത്. അതിനിടയിൽ കഠിനമായ ചൂട് താങ്ങാനാവാതെ സമീപത്തെ മരച്ചൂട്ടിലേക്ക് തണൽ തേടി നീങ്ങിയപ്പോഴാണ് നിയന്ത്രണ രേഖ മുറിച്ചു കടന്നു എന്ന പേരിൽ പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുത്തത്. ഓർക്കുക, ഇന്ത്യ തിരിച്ചടിക്കും, പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയേക്കും, യുദ്ധസമാനമായ അന്തരീക്ഷം എന്നുള്ള നിലയ്ക്ക് ആവേശകരമായ രീതിയിൽ വാർത്തകൾ നൽകുമ്പോൾ അതിർത്തിയിൽ തോക്കുമായി കാവൽ നിൽക്കുന്ന സാധാരണ പട്ടാളക്കാരുടെ ജീവിതത്തിലെ ഭീകരതയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന PK സിംഗ് എന്ന് പറയുന്ന വ്യക്തി അതിർത്തിയിലെ കർഷകരെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കർഷകരെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ചും പഞ്ചാബ് പോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ. കർഷകർ ഈ ആട്ടിടയന്മാരുടെയൊക്കെ വേഷത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഭീകരർ ഇങ്ങോട്ട് കടന്നു കയറുന്നുണ്ടാവും. ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമുണ്ടാവും. അങ്ങനെയുള്ള കർഷകർക്കിടയിലേക്ക് ഭീകരർ കടന്നു കയറുന്നുണ്ടോ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അവരെ പിടികൂടുകയും ചെയ്യുക എന്നുള്ള ദൗത്യം BSF ജവാന്മാർക്കുണ്ട്. അതിലൊരു BSF ജവാനാണ് ഈ PK സിംഗ് എന്ന് പറയുന്നത്. അതിർത്തിക്കും സീറോ ലൈനിനും ഇടയിലുള്ള മേഖലയിലായിരുന്നു ഈ ജവാൻ. പഞ്ചാബ് അറിയാം നമ്മൾക്ക്, അതികഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയാണ് അവിടെയുള്ളത്. ആ കഠിനമായിട്ടുള്ള ചൂട് താങ്ങാനാവാതെ സമീപത്തെ ഒരു മരച്ചുവട്ടിലേക്ക് തണൽ തേടി നീങ്ങിയപ്പോഴാണ് നിയന്ത്രണ രേഖ മുറിച്ചു കടന്നു എന്നുള്ളതിൻ്റെ പേരിൽ പാകിസ്ഥാൻ പട്ടാളം നമ്മുടെ BSF ജവാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സർവീസ് റൈഫിളുമായി യൂണിഫോമിലാണ് ആ സമയം PK സിംഗ് അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. ഈ ജവാനെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് സൈനിക തലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതൊരു ഭാഗത്തുണ്ട്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ, ഈ BSF ജവാന്റെ ഇതടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വരുമോ എന്നുള്ളതും ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല. ആ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്.